വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കൺസ്യൂമർ ഫെഡിൽ നിന്നും 1000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ദിവസവേതനക്കാരായ ജീവനക്കാരെയാണ് പിരിച്ചുവിടുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം ഇന്നലെ ചേർന്ന കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സ്വീകരിച്ചു. അഴിമതിയുടെ കൂത്തരങ്ങായതിനെ തുടർന്ന് കൺസ്യൂമർ ഫെഡ് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നതിനിടെയാണ് ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനവുമായി ഡയറക്ടർ ബോർഡ് മുന്നോട്ടു പോകുന്നത്. 1000-ഓളം പേർക്ക് ഈ നടപടി മൂലം തൊഴിൽ നഷ്ടപ്പെടും. ആദ്യഘട്ടം 200 നന്മ സ്റ്റോറുകളും അനുബന്ധ ഗോഡൌണുകളും അടച്ചുപൂട്ടും. 100-ഓളം മാനേജ്മെന്റ് ട്രെയിനികളെയും പിരിച്ചുവിടാനും ഇന്നലെ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനമെടുത്തു. ഓപ്പറേഷൻ അന്നപൂർണയ്ക്ക് ശേഷം വിജിലൻസ് കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനവും ഡയറക്ടർ ബോർഡ് കൈക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരം നീതിവിതരണ കേന്ദ്രത്തിലെ സീനിയർ മാനേജരെ തിരുവനന്തപുരം റീജിയണൽ മാനേജരായും കൊല്ലം നീതിവിതരണ കേന്ദ്രത്തിലെ സീനിയർ മാനേജരായിരുന്നയാളെ കൊല്ലം റീജിയണൽ മാനേജരായുമാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണിതെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള വനിതാ ഡയറക്ടർ ബോർഡ് അംഗം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കൺസ്യൂമർ ഫെഡ് എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ കൂട്ടുനിന്ന അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നാരോപിച്ച് ഒരു വിഭാഗം ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.